ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. കുതിക്കുന്ന ക്രൂഡ് വിലയിലുടക്കി വിപണി. പെയിന്റ് ഓയിൽ കമ്പനികൾ തകർച്ചാപാതയിൽ. കേന്ദ്ര ബാങ്കുകളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച നിക്ഷേപകർ. സെൻസെക്സ് 600 പോയിന്റിലേറെ കുറഞ്ഞു. നിഫ്റ്റി 22,000-ൽ താഴെ. IT കമ്പനികൾ നഷ്ടത്തിൽ. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. സംസ്ഥാനത്ത് പവൻ വില 360 രൂപ കൂടി 48,640 വിപണിയിൽ തിളങ്ങി നിന്ന ബിറ്റ്കോയിൻ വിലയിടിഞ്ഞ് $66,000 താഴെ. 17 വർഷത്തിൽ ആദ്യമായി അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി ജപ്പാൻ. നെഗറ്റീവ് പലിശ നിരക്കിന് അവസാനമായി. 0 മുതൽ 0.1% വരെയായി നിരക്ക് പുനർനിർണയിച്ചു. ദുർബലമായി ജാപ്പനീസ് യെൻ. ഓസ്ട്രേലിയൻ കേന്ദ്ര ബാങ്കിന്റെ നിരക്ക് വർധന ഇന്ന്. ലോകത്ത് വായു മലിനീകരണം ഏറെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും. ഏറ്റവും ഗുണനിലവാരമുള്ള വായു ഫ്രഞ്ച് പോളിനേഷ്യയിലും മൗറീഷ്യസിലും ഐസ്ലൻഡിലും. ഏറ്റവും അധികം വായു മലിനീകരണമുള്ള രാജ്യ തലസ്ഥാനം ഡൽഹി. 10 രാജ്യങ്ങളിലും 9% ആഗോള നഗരങ്ങളിലും മാത്രമാണ് ഗുണനിലവാരമുള്ള വായു ഉള്ളതെന്ന് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി IQ എയർ. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി AI അധിഷ്ഠിത സേവനം ഉറപ്പാക്കി ട്രൂ കോളർ. AI സാങ്കേതികവിദ്യ സ്പാം കോളുകൾ തടയും. അപ്ഡേറ്റ് ലഭ്യമാകുന്നത് പ്രീമിയം സബ്സ്ക്രൈബേഴ്സിനു മാത്രം. പ്രീമിയം വിഭാഗത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ ഫിൽറ്ററിംഗ് ടെക്നോളജി മെച്ചപ്പെടുത്തുമെന്നും കമ്പനി. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കൂടുതൽ ലളിതമാകുന്നു. വിസ നിയമങ്ങൾ മെച്ചപ്പെടുത്തിയ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കും. ബാങ്കോക്ക്, ഫൂക്കറ്റ്, സിംഗപ്പൂർ യാത്രകൾക്ക് കൂടുതൽ ചെലവ് കുറഞ്ഞ ഫ്ലൈറ്റുകൾ. ഇന്ത്യയുമായി എയർ സർവീസ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളിലേക്ക് പറക്കൽ സുഗമവും ചെലവ് കുറഞ്ഞതാകുമെന്ന് വിലയിരുത്തൽ. ഇനി മറ്റ് ബിസിനസ് വാർത്തകൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വായ്പാ പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. നാളെയാണ് ഈ വായ്പാ പലിശ നിരക്ക് കൂടുതലാക്കിയത് പ്രാബല്യത്തിലാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ വിളിച്ചു ചോദിക്കുക എന്തായിരിക്കും നിങ്ങളുടെ EMIയിൽ വരുന്ന വർധന, ഏത് രീതിയിലായിരിക്കും അത് നിങ്ങളെ ബാധിക്കുക എന്നത്. ഇനി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിപണി ഇന്ന് തകർച്ചാപാതയിലാണ്. വിവിധ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ക്രൂഡ് വില കുതിക്കുന്നു, സ്വർണ്ണവില കൂടുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപം ഓഹരികളല്ല എന്ന ഒരു ചെറിയ കാല തീരുമാനത്തിലേക്ക് നിക്ഷേപകർ എത്തിയോന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്ന് വിപണികൾ നമ്മൾ കാണുന്നത്. നിഫ്റ്റി ദേശീയ ഓഹരി വിപണി 200 പോയിന്റ് ഇടിഞ്ഞ് 21,855 വ്യാപാരം നടക്കുന്നത്. ബാങ്ക് മേഖലയും ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയും ഇന്നും തകർച്ചയിലാണ്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 592 പോയിന്റ് കുറഞ്ഞ് 72,155 വ്യാപാരം നടക്കുന്നത്. ഇന്നലെ ഡോളർ രൂപ വിനിമയ നിരക്കിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഡോളർ കരുത്താർജിച്ചിരിക്കുകയാണ്. ഒരു ഡോളറിന് 83 രൂപ എന്ന നിലയിലേക്കായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അത് 82 രൂപ 97 ആയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദേശത്തു നിന്ന് ഒരു സാധനം വാങ്ങിക്കുകയോ ഒരു സേവനത്തിനായി നമ്മൾ പേ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോളറിന് 82 രൂപ 97 ഇന്നലെ കൊടുത്തിരുന്ന വ്യക്തി ഇന്ന് 83 രൂപ ഈ സമയത്ത് ആ പേയ്മെൻറ്റായി കൊടുക്കേണ്ടി വരും. അതാണ് ഈ മൂല്യ വ്യത്യാസം കൊണ്ടുള്ള ഉപഭോക്താവിനുണ്ടാകുന്ന നഷ്ടം. നമ്മുടെ അതിഥിയുണ്ട്, ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണി ഇന്നും ഒരു തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒന്ന് കരകയറും എന്ന് വിചാരിച്ചു, പക്ഷേ ആ ക്രൂഡ് വില ഒരു വശത്ത് പോകുന്നു. അതേപോലെ തന്നെ ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തുമോ താഴ്ത്തുമോ എന്ന് പറയുന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. വിപണിയെ നയിക്കുന്നത് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ് ഡൗണിലായിരുന്നു. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് തന്നെ പോകുന്നതായിട്ട് കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,808 വരെ നിഫ്റ്റി താഴ്ന്നതിന് ശേഷം ഒരു ചെറിയൊരു റിലീഫ് റാലി നമ്മൾ കണ്ടു. ഒരു 80-90 പോയിന്റിൻ്റെ അടുത്ത് തിരിച്ച് കയറി. പക്ഷേ മാർക്കറ്റ് അവിടെയും തിരിച്ച് പെർമനൻ്റ് ആയിട്ടൊരു കയറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 21,750 ലെവലാണ്. അതിനുള്ളിൽ മാർക്കറ്റ് എന്തായാലും നിൽക്കും ഈ ഒരു താഴ്ച എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും US-ൻ്റെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ ഈ മീറ്റിങ്ങിലാണ്. അത് ബുധനാഴ്ച അതിൻ്റെ റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതും നമ്മുടെ വിപണിയെ ഒരു പരിധി വരെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ക്രൂഡിൻ്റെ വില കൂടുന്നു, ഇങ്ങനത്തെ ചില നെഗറ്റീവ് പോയിന്റുകൾ, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ന്യൂസുകൾ, ഇതെല്ലാം വിപണിയെ ഒരു പരിധിവരെ ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.
ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഇനി വൈകുന്നേരം 4:45 കാണാം. നമസ്കാരം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ തുടരും.